കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ബാക്കിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള കംപ്ലീറ്റ് മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പിടിക്കാനുള്ളത് ഈ ഒരു കുളവാഴ നിൽക്കുന്ന ഇത്രയും ഭാഗത്തുള്ള മീനാണ് ഇനി നമുക്ക് പിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വലിയ കുഴിയുടെ പകുതി ഭാഗത്തുള്ള മീൻപിടുത്തവും അതുപോലെ കിട്ടിയിട്ടുള്ള മീനുകളും അതുപോലെ ഈ ഒരു കുഴിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ തൊട്ട് മുമ്പുള്ള വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതായത് നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഒരു സൈഡിലുള്ള മീൻപിടുത്തം കഴിഞ്ഞത് അടുത്ത സൈഡിലോട്ട് മീൻ പിടിക്കാൻ എല്ലാവരും റെഡിയായി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഈ ഒരു സൈഡിലും അത്യാവശ്യം വെള്ളമുണ്ട്. അതായത് നമ്മൾ ആദ്യം പിടിച്ച അത്ര വെള്ളം അല്ലെങ്കിലും അതിന്റെ പകുതിയോളം വെള്ളം ഈ ഒരു സൈഡിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു കുഴിയുടെ തൂക്കം വരുന്ന ഭാഗം നമ്മൾ ആദ്യം പിടിച്ച ഭാഗമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കെട്ടിന്റെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് മുറിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ ഒരു മുകൾ വശത്തുള്ള വെള്ളം കംപ്ലീറ്റ് ഈ ഒരു പിടിച്ച ഭാഗത്തോട്ട് വരും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ വെള്ളം വാരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ കെട്ടിവിടെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു വലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ ഇനി മീനൊന്നും ആ ഒരു പിടിച്ച ഭാഗത്തോട്ട് പോകണ്ട എന്ന് കരുതിയിട്ടാണ്. അത് കൂടാതെ ഇവിടെ ഒരു പമ്പ് സെറ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പമ്പ് സെറ്റിന്റെ ഫൂട്ട് വാൾവ് ഒക്കെ അവിടെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫൂട്ട് വാൾവ് വെക്കുന്ന ഭാഗത്ത് അവിടെ ഒരു ചെറിയൊരു ഒരു കുഴി വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അതിലോട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശേഷം നമ്മളെ വെള്ളം അടിച്ച് വിടുന്നത് അപ്പുറത്തെ പറമ്പിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ വെള്ളം വാരുന്നതായിരിക്കും. ഇപ്പൊ സമയം ഏകദേശം രാത്രി ഒരു 10-11 മണിയോളം ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീൻ പിടിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ചെറിയ തോതിൽ ടയർഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീൻ പിടുത്തത്തിനിടയിൽ അവർ ഭക്ഷണം കഴിക്കാനൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വെള്ളം പറ്റിക്കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മളെ മുസ്തഫാക്ക ഭക്ഷണമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി വരെ മീൻ പിടിക്കുന്നതിനിടയിലുള്ള ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നെയ്ച്ചോറും കോഴിക്കറിയും മീൻ പിടുത്തത്തിനിടയിലുള്ള ഭക്ഷണം എല്ലാവരും ഇതാ കാസില എന്താ പാട്? ഫുഡൊക്കെ ഉഷാറല്ല? ഫുഡൊക്കെ അടിപൊളി കേട്ടാ. നമ്മളും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി നെയ്ച്ചോറും കോഴിക്കറിയാണ്. അപ്പൊ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഫുൾ എനർജിയിൽ മീൻ പിടിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ ഇതിലുള്ള കുളവാഴ കാര്യങ്ങളൊക്കെ മാറ്റി അതിന്റെ അടിയിലൊക്കെ മീൻ തപ്പൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇവരെ മീൻ പിടുത്ത കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നോക്കട്ടോ. നമുക്ക് അങ്ങനെ ഈ വെള്ളത്തിൽ എങ്ങനെ കിട്ടുക ആസിലെ? അതാ അതാ ദാസിൽ പിടിച്ചിട്ടാ. സൊപ്പാനാണ് സൊപ്പാൻ കീഴടക്കിട്ടാ. കിട്ടി സെറ്റ് അടിപൊളിയാ. തൊടണ്ട കൊണ്ടേ മെല്ലെ 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 നോക്ക് നോക്ക് നോക്ക്. ഇവിടെ ഇവിടെത്തി ഇവിടെ അതാ ഇവിടെ ഇവിടെ അയ്യോ ദാസിൽ പിടിച്ച് കീഴടക്കിട്ടാ. നോട്ടാസിലെ അയ്യോ ചെറുത്ത് ഉഡിയുണ്ട് സെമ്മിയ. ആയ് ഇതട്ടാ സെമി പിടിച്ചതൊക്കെ കൊണ്ടിരുന്ന ഹെവി ജൈന്റ് സാധനം. മോനെ ഇതല്ലേ സാധനതാ. അനാബസട്ടാ ഹെവി സാധനം. പൊത്തലടാ അയ്യോ തൊട്ട് ബാക്കില് അയ്യോ അടുത്തതാ പൊരിക്കാടാ. അയ്യോ അടിപൊളി നല്ലൊരു സാധനത. വലയിലില്ലേ കോരി എടുത്തിട്ടുണ്ട്. നല്ലൊരു വരാലിട്ട്. അപ്പോൾ കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ കണ്ട് കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ കാലിൻ്റെ ബാക്കിൽ ഇതിൻ്റെ അതിനിട്ട് കുടിക്കറ. കടുവട്ട
നല്ല വലിപ്പമുള്ള കടുവകളെ കിട്ടണമൊക്കെ നമ്മളെ മുസ്തഫാക്ക് ഇവിടെ മീനെ കണ്ടിട്ടുണ്ട്. നല്ലൊരു ഹെവി സാധനത അടിപൊളിയൊരു വരാത്ത മുസ്തഫാക്ക കോരി എടുത്തിട്ടുണ്ട്. തന്നെ കേട്ടോ ഹെവി ഒന്നത് അടുത്ത് തട്ടി കൊടുക്കുന്നു. ശരിയാ രണ്ടെണ്ണട്ടാ സാധനം നീണ്ടു കിടക്കണണ്ട ചെറുതല്ലേ. കാണിച്ചമ്മ അയ്യോ ഹെവി സാധനം ആ അന്നേരം നോക്കട്ടെ അവിടുന്നൊക്കെ വെള്ളം വലിഞ്ഞിക്കണം. അപ്പൊ ഇങ്ങനെ മീൻ കേറി കിടക്കട്ടാ. അപ്പോൾ ഈ ഒരു ഫുട്ബോൾ വിരിക്കുന്ന ഭാഗമാണ് കേട്ടോ. ഇവിടെയുള്ള ഈ ഒരു സെക്ഷനിലുള്ള കുഴി അത് ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ ഇളക്കി പിടിച്ച ടൈമിയാ വേണ്ട പിടിച്ചോട് മെന്നീസ. അപ്പോൾ ആകെ നമ്മളെ 3 പിടുത്തക്കാരാണുള്ളത്. അയ്യോ ചാടി ഇതട്ടാ മീനൊന്നും ആവൂല. അതാ പിന്നെ അതാ ഒന്ന് പോയി മീനെ കളിപ്പിക്കണ്ട മീനെ. അയ്യോ കളിപ്പിച്ച് ഒടുവിലിതാ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടാ. പെരും കടുകളാണ്. ഈ ഭാഗത്തുള്ള ഈ ഒരു കുയിലുള്ള മീൻ ഏകദേശം പിടിച്ച് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതൊന്നും മീൻ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 പേരേ ഉള്ളൂ. ഒക്കെ വല കൊണ്ട് കോരി എടുക്കുകയാണ്. നല്ല ചളിയുണ്ട് ഇതിൽ. കയ്യിൽ നിന്ന് കിട്ടാൻ കുറച്ച് പാടാട്ടാ. നല്ലൊരു വിധം മാക്സിമം അവർ എടുത്തിട്ടുണ്ട്. അതുപോലെ അവർ കുളവായുടെ ഇടയിൽ നിന്നൊക്കെ ഗ്യാപ്പ് ഉണ്ടാക്കി അവിടെ ഉള്ള മീനുകളൊക്കെ ഒരു വിധം മാക്സിമം എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് മീൻപിടുത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ അറ്റലായി. ഇപ്പോൾ ഇതേ കിട്ടിയിട്ടുള്ള മീനുകൾ ഇട്ടാ. അപ്പോൾ ഈ ഒരു ഡ്രമ്മിൻ്റെ പകുതിയോളം മീനാട്ടാ. വരാലും ഒരിക്കൊക്കെ ആയിട്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തതിന് മുമ്പ് നമ്മൾ ആ ഒരു അവിടെ ഒരു സെക്ഷൻ അപ്പുറത്തെ സെക്ഷൻ പിടിച്ച മീൻ നിങ്ങൾ കണ്ട്. അപ്പോൾ ആ ഒരു മീൻ ഓൾറെഡി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കംപ്ലീറ്റ് ഈ ഒരു സെക്ഷനിൽ നിന്ന് പിടിച്ചേട്ടാ. സോക എന്തായി പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? എന്തായി അത്യാവശ്യം മീനൊക്കെ റാത്തല്ലേ? നഷ്ടമല്ലല്ലേ? ആ നമ്മളെ മുസ്തഫാക്കേണ്ടത് എടുത്തതും പിടിച്ചതൊക്കെ. അപ്പോൾ നമ്മളത് പിടിക്കാൻ വേറെ കുറേ നമ്മളെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോയി ഇത് നേരം വെളുത്ത് തുടങ്ങിയിട്ടാണ്. ഏകദേശം 6 മണി കഴിഞ്ഞ്. അപ്പോൾ അത് കംപ്ലീറ്റ് മോട്ടർ കാര്യങ്ങളൊക്കെ കയറ്റുകയാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.